ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആഗോള വ്യാപകമായി കാലാവസ്ഥയിൽ സമൂലമായിരിക്കുന്ന ഒരു മാറ്റമുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ആരംഭത്തിൻ്റെ മാസമാണ് മാർച്ച് മാസം എന്നുള്ളത്. UK കാലാവസ്ഥ ചുറ്റുപാടിൽ പറഞ്ഞാൽ ശീതകാലത്തിൽ നിന്ന് വസന്തകാലത്തിലേക്ക് ഒരു വ്യതിചലനം ഉണ്ടാകുന്നു. ഇതുവരെയുള്ള കാലം തണുപ്പുള്ള, ഇരുട്ട് കൂടുതലുള്ള, നിർജീവമായ, മരങ്ങളൊക്കെ ഇല പൊഴിച്ച ആകെ ഒരു ശോകമൂഖമായ ഒരവസ്ഥയായിരുന്നു. എന്നാൽ വസന്തകാലത്തിലേക്ക് വരുമ്പോൾ വെളിച്ചമുള്ള, പ്രതീക്ഷയുള്ള, പുതുജീവൻ പകരുന്നത് പോലുള്ള ഒരവസ്ഥയിലേക്കാണ് ജനങ്ങൾ ഒന്നടങ്കം മനസ്സുകൊണ്ട് പാകപ്പെട്ട് മാറുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി എന്നിവ മനുഷ്യന് പുതുജീവൻ പകരുന്നതാണ്. സർവോപരി നിത്യജീവൻ പകരുന്നതാണ്. വേദപുസ്തകത്തിൽ എല്ലാവർക്കും തന്നെ സുപരിചിതനായിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ദാവീദ് എന്നുള്ളത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു സീസൺ, ഒരു കാലയളവുണ്ടായിരുന്നു. താൻ പറയുന്നത് എങ്ങനെയാണ്? അപ്പനും അമ്മയും ഉപേക്ഷിച്ച, സഹോദരങ്ങൾ അവഗണിച്ച, സുഹൃത്ത് ബന്ധങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയാത്ത ഒരു ജീവിതത്തിൻ്റെ ഇരുണ്ട കാലഘട്ടം, വനാന്തര കാലഘട്ടം, വനവാസ കാലം. എന്നാൽ ദൈവം തൻ്റെ സ്ഥിതി മാറ്റിയപ്പോൾ, ദൈവിക തെരഞ്ഞെടുപ്പ് ദൈവം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, തൻ്റെ മേൽ വന്നപ്പോൾ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായി. അവിടുന്ന് രണ്ട് കാര്യങ്ങളാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഒന്നാമതായിട്ട്, ആ വ്യക്തിയെ ദൈവം വനത്തിൽ നിന്ന് രാജാങ്കണത്തിലേക്ക് മാറ്റിയപ്പോൾ, ഉയർത്തിയപ്പോൾ, പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അതുവരെ തന്നെ അവഗണിച്ച വ്യക്തികൾക്ക് പിന്നീടൊന്ന് പരിഗണിക്കണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സാവകാശമോ സമയമോ കിട്ടിയില്ല എന്നുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, അതിന് ദാവീദിന് അതിൻ്റെതായ ആവശ്യമില്ലാത്ത ഒരു കാലം വന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും സ്നേഹിക്കാനോ സഹായിക്കാനോ സഹകരിക്കാനോ പരിഗണിക്കാനോ ഒക്കെ പ്രേരണ ഉള്ളപ്പോൾ അത് ആ സമയത്ത് ചെയ്യുക, അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുക, തക്ക സമയത്ത് കാര്യങ്ങൾ സമയത്തെ വിനിയോഗിക്കുക. പിന്നീട് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു, ഒരുക്കി വെച്ചിരുന്നു, കാത്തിരുന്നു, കൂട്ടിവെച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരുപക്ഷെ പിന്നീട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ലാതായി പോകും, പ്രയോജനമില്ലാതായി പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ ഇരുണ്ട, അരണ്ട, അരക്ഷിത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ ദൈവം ഒരു സീസൺ വെച്ചിട്ടുണ്ട്, ദൈവം ഒരു വ്യതിയാനം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അതിന് മാറ്റം വരുമ്പോൾ പിന്നീട് സകലം രാത്രി പകലാകുന്നത് പോലെ, സകലത്തിൽ നിന്നും ശീതകാലത്തിൽ നിന്നൊരു വസന്തകാലം ആവിർഭവിക്കുന്നത് പോലെ, പുതിയ ഒരു അനുഭവം ഉണ്ടാകുന്നത് പോലെ തലത്തിലേക്ക് മാറ്റുവാൻ വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളതാണ്. ഈ അനുഗ്രഹീതമായിരിക്കുന്ന സമയം എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതത്തിൽ അരണ്ട, വിഷമിച്ച, വനവാസപരമായ തലത്തിലുള്ള ജീവിതത്തിൻ്റെ കാലാവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശക്തി ബലഹീനതകളെ തികഞ്ഞു വരുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുമ്പോൾ, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുമ്പോൾ സമൂലമായിരിക്കുന്ന വൈരുദ്ധ്യവും വിപരീതവുമായിരിക്കുന്ന ഒരു ഉന്നത അവസ്ഥയിലേക്ക് വരുവാൻ സാധിക്കുന്നു. സർവോപരി നിത്യജീവനും അവകാശമാക്കാൻ ലഭിക്കുന്നു എന്നുള്ള ആത്മിക വചന വേദ ചിന്തയോടെ, ആഹ്വാനത്തോടെ ചെറിയ ചിന്തയിൽ ഒരുമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.